എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ കറണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 39B ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി 4ാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ് ആർട്ടിക്കിൾ 39B എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പരമാധികാരം നൽകിയിരിക്കുന്നു. സ്റ്റേറ്റിൻ്റെ റിസോഴ്സസ് പബ്ലിക് സെക്ടറിലോ പ്രൈവറ്റ് സെക്ടറിലോ എവിടെയാണെങ്കിലും അവയെ സ്റ്റേറ്റിൻ്റെ വികസന പ്രവർത്തനത്തിനും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വികസന പ്രവർത്തനത്തിനു വേണ്ടി സ്റ്റേറ്റിന് ആവശ്യമെങ്കിൽ തിരിച്ചു പിടിക്കാനും ഉപയോഗപ്പെടുത്താനുമുള്ള റൈറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട് എന്നാണ് ആർട്ടിക്കിൾ 39B അനുശാസിച്ചിരിക്കുന്നത്. എന്നാൽ 2024 സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രൈവറ്റ് വ്യക്തികളുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് അക്വയർ ചെയ്യുന്നത് നിശ്ചിതമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പ്രൈവറ്റ് വ്യക്തികളുടെ പേഴ്സണൽ ബിലോങ്ങിങ് ഉപയോഗപ്പെടുത്താനുള്ള റൈറ്റ് ഇല്ല എന്ന് വാദിക്കുകയുണ്ടായി. അതിൽ അയ്യർ എന്ന് പറയുന്ന ഒരു ജഡ്ജി മെറ്റീരിയൽ റിസോഴ്സസ് ഓഫ് ദി സ്റ്റേറ്റ് അതിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ തന്നെ റിജിഡ് ഇക്കണോമിക് ഐഡിയോളജിയുടെ ബേസിലുള്ളതാണെന്നും അതിനെ റീഡിഫൈൻ ചെയ്യണമെന്നുമാണ് അദ്ദേഹം വാദിച്ചത്. അപ്പം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ നിന്നും പ്രൈവറ്റ് റിസോഴ്സിനെ എടുത്തു കളയുക എന്നത് അസാധ്യമാണെന്നാണ് ക്ലാരിഫൈ ചെയ്തത്. എന്നാൽ ജസ്റ്റിസ് വീണ്ടും ഈ ഉത്തരവിനെ ക്ലാരിഫൈ ചെയ്യുകയും പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എടുക്കാം, എന്നാൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ബിലോങ്ങിങ് ആണെങ്കിൽ അതിനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തിരിച്ചു പിടിക്കാനുള്ള റൈറ്റ് ഇല്ല എന്ന് വാദിക്കുകയുണ്ടായി. അതായിരുന്നു 2024 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ ആർട്ടിക്കിൾ 39B എന്തുകൊണ്ടാണ് വാർത്താ പ്രാധാന്യം അർഹിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ 39B നമുക്ക് ഈ ഒരു വാദത്തിൻ്റെ ബേസിൽ തീർച്ചയായിട്ടും കറണ്ട് അഫേഴ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം താങ്ക് യു.